നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച പൂർത്തിയാക്കി. 290 പേർ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും അപാകതകൾ ചൂണ്ടിക്കാട്ടി സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 204 പേരാണ് ഇനി മത്സര രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഏപ്രിൽ 8-ന് അവസാനിക്കും. ഇതോടെയാകും ഓരോ മണ്ഡലത്തിലെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകുക. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയത്താണ്. 14 പേരാണ് കോട്ടയത്തുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലാണ്. ഇവിടെ 5 സ്ഥാനാർത്ഥികളാണുള്ളത്. തിരുവനന്തപുരം 13, ആറ്റിങ്ങൽ 7, കൊല്ലം 12, പത്തനംതിട്ട 8, മാവേലിക്കര 10, ആലപ്പുഴ 11, കോട്ടയം 14, ഇടുക്കി 8, എറണാകുളം 10, ആലത്തൂർ 5, പാലക്കാട് 11, പൊന്നാനി 8, മലപ്പുറം 10, വയനാട് 10, കോഴിക്കോട് 13, വടകര 11, കണ്ണൂർ 12, കാസർഗോഡ് 9. ഏപ്രിൽ 26-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന്.